ഹായ് ഓൾ, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നൈക്കയിൽ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് സ്കിന്നും ബോഡി കെയറും പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ആക്ച്വലി സെയിൽ ആയിരുന്നില്ല, എൻ്റെ പ്രൊഡക്ട്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാനിത് നോർമലി സാധാ പാക്കേജാണ് ഞാൻ കൊടുക്കാറ്. ഈ പ്രാവശ്യം ഞാൻ കവർ ചെയ്ത് പാക്കേജിന് ഒരു 30 രൂപ എങ്ങാണ്ടാണ് തോന്നുന്നത്. ജസ്റ്റ് ഒരു എന്താ ഹൊറം. ഇതാണ് ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റ്. കുറച്ചുള്ളൂ കേട്ടോ പ്രൊഡക്റ്റ്. കൂടുതലും ബോഡി കെയർ ആണ്. ഇതാണ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഇത്രയും വൃത്തിയായിട്ട പരിപാടി വേറെ ഇല്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്താണ് കാണാന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷയിൽ നമുക്ക് ഒട്ടിക്കുമല്ലോ. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നല്ല സ്മെല്ലുണ്ട് കേട്ടോ ബോക്സിന്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇപ്രാവശ്യം ഓർഡർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇത് ബോഡി വാഷ്. ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി വാഷാണിത്. എന്താ ഡെർമാക്കോന്റെ 1% സാലിസിലിക് ആസിഡ് ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ്. ഇതാണ് ആക്ച്വലി ഇത് ഉപയോഗിച്ചതിൽ പിന്നെ എൻ്റെ കാലിൽ സ്ട്രോബെറി ലെഗ്സ് ആണ് എൻ്റെ ലെഗ്സ്. അപ്പം അതിനൊരു കുറവുണ്ട്. പിന്നെ താഴത്തെ അണ്ടർ ആംസിന് ഇപ്പം ഞാൻ അധികം ഷേവ് ചെയ്യാത്തതിനൊരു ബ്ലാക്ക്നെസ് ഉണ്ട്. അത് മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. കയ്യിലായാലും ടാനിനൊക്കെ ഒന്ന് എക്സ്പോളിയേറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഡെയിലി ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പകൽ ഞാൻ യൂസ് ചെയ്യാറില്ല. നൈറ്റ് നമ്മൾ കുളിക്കുമല്ലോ അപ്പം യൂസ് ചെയ്യുന്ന ബോഡി വാഷാണ്. ഇതെൻ്റെ തീർന്നു പോയി. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇതും ഒരു ബോഡി വാഷാണ്. ഇത് ആക്ച്വലി എൻ്റെ മോന് വേണ്ടി വാങ്ങിച്ചതാണ്. വാവിൻ്റെ 3-in-1 ബോഡി വാഷാണ്. ആക്ച്വലി ഇത് ബ്ലൂബെറി ആണെന്ന് തോന്നുന്നു. ബ്ലൂബെറിയാണ്. അവൻ്റെയും തീർന്ന കാരണം കൊണ്ട് വാങ്ങിച്ചതാണ്. ഇത് പിള്ളേർക്ക് വളരെ നല്ലതാണ്. പിള്ളേർക്കായിട്ട് കുറച്ച് അധികം ബ്രാൻഡൊന്നുമില്ല, കുറച്ച് ബ്രാൻഡുള്ളൂ. അപ്പം അതിൽ നിന്ന് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ്. പക്ഷെ ഞാൻ ഷാംപൂ അവന് ആയുർവേദമല്ല, അലോപ്പതി പോട്ടെ, ഹോമിയോപ്പതിയുടെ ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത്. അത് വളരെ നല്ലതാണ്. അവനൊരു അകാലനര പോലെ ഉണ്ട്. മോന് 10 years ആയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യാറില്ല. ബോഡി വാഷ് ആയിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതൊരു 2-3 വർഷത്തിന് മേലായി യൂസ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് 2 ബോഡി വാഷ്. ഇനി അടുത്തത് ഇത് എനിക്ക് മസ്റ്റ് ആവായിട്ടുള്ള ഒരു സാധനമാണ് ബോഡി ക്രീം. ആക്ച്വലി എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്. സെൻസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അരയ്ക്ക് താഴെ അങ്ങോട്ട് ഡ്രൈനെസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഡ്രൈനെസ് കൂടുമ്പോൾ എന്താണെന്ന് പറയുക, ഇച്ചിങ് ഭയങ്കരമായിട്ടുണ്ട്. കാല് ചൊറിഞ്ഞ് പൊട്ടിയിട്ടുണ്ട് ഒരു ടൈമിൽ. ഞാനത് ഡോക്ടറെ കാണിച്ച് മാറ്റി. പക്ഷെ ആ പാട് പോയിട്ടില്ല. അപ്പം എനിക്ക് ഓയിലൊന്നും പറ്റില്ല സ്കിന്നിൽ. ഓയിൽ പരട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഞാൻ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഓയിൽ പരട്ടാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഓയിൽ പരട്ടിയപ്പോൾ എനിക്ക് ഇച്ചിങ് ഉണ്ടായി. ഇന്ന് അവസാനം എന്തെങ്കിലും ലേക്ക് ഷോറിലുള്ള ഒരു സ്കിൻ ഡോക്ടർ ഉണ്ട്, എബിൻ ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഓയിലൊന്നും പറ്റില്ല, ക്രീം യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ക്രീമാണ് ഇത്. ഡോക്ടർ റെഡ്ഡിയുടെ വെനൂസിയ. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. നിങ്ങൾക്ക് വല്ല അലർജിക് ആയിട്ടുള്ള ബോഡിയോ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ ബെസ്റ്റാണ്. പെട്ടെന്ന് അങ്ങനെ 24 hours ഇല്ലെങ്കിൽ ഒരു 5-8 മണിക്കൂർ, 12 പോലെ 5-8 മണിക്കൂർ ആ ഡ്രൈനെസ് മാറി കിട്ടും. എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. ആക്ച്വലി മോളിലോട്ട് എനിക്ക് അത്രയും ഡ്രൈനെസ് ഇല്ല, താഴത്തോട്ടേക്കാണ് ഡ്രൈനെസ് കൂടുതൽ. അപ്പം ഞാൻ ഇത് എൻ്റെ തീർന്നിരുന്നു. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചു. ഇതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് മാമാ എർത്തിൻ്റെ ആകെ കൂടി ചെളി പിടിച്ചിരിക്കുകയാണ്, കാണുന്നുണ്ടാവും, ഹെയർ ഗ്രോത്ത് ഓയിലാണിത്. പണ്ട് ഞാൻ ഈ മാമാ എർത്ത് ഇറങ്ങിയ സമയത്ത് മാമാ എർത്തിൻ്റെ കുറേ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സിറം, ഷാംപൂ, കണ്ടീഷണർ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം യൂസ് ചെയ്തിരുന്നു. ഇപ്പം ഞാൻ മാമാ എർത്തിൻ്റെ ഒന്നും യൂസ് ചെയ്യാറില്ല. ആക്ച്വലി ഞാൻ എല്ലാം നോക്കിയൊക്കെ വാങ്ങാറുള്ളൂ. അപ്പം ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എന്തോ ഫ്രീ കിട്ടിയായിട്ടൊന്നും ഇനിയുണ്ട്. ഇനി ഇത് ലിപ് ബാം അല്ല, ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ആക്ച്വലി ഇത് വളരെ നല്ലതാണ്. ഞാൻ ആദ്യം വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്കിത് എൻ്റെ ലിപ്പിനത് ചേരില്ല, ലിപ്പ് ഡാർക്ക് ആവുന്നുണ്ടെന്ന് തോന്നി. പക്ഷെ ഇതുകൊണ്ടല്ല എൻ്റെ ലിപ്പ് ഡാർക്ക് ആയത്.
ഇത് വളരെ നല്ലതാണ്. ഞാൻ നൈറ്റാണ് യൂസ് ചെയ്യുന്നത്. പകല് വിഷ് കെയറിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ബോട്ടിൽ. ആക്ച്വലി ഇതിന് നല്ല റേറ്റ് ഉണ്ട്. 500 സംതിങ് എങ്ങാണ്ടാണ് ഇതിൻ്റെ റേറ്റ്. പക്ഷേ കുറേ നാൾ നിൽക്കും കേട്ടോ. നല്ലൊരു നമ്മൾ നല്ല പ്രൊഡക്റ്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര പൈസ ചിലവാക്കാനൊന്നും ഞാൻ പറയില്ല. ആക്ച്വലി അങ്ങനെ ഒന്നുമല്ല. പക്ഷെ നമ്മുടെ സ്കിന്നിന് പറ്റുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അത് ചിലപ്പോൾ കോസ്റ്റ്ലി ആയിരിക്കും. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇതും എന്നെ കഴിഞ്ഞു പോയി. ഇപ്പം നൈറ്റ് എനിക്കിത് യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാണ്ട് എന്തോ പോലെ. അപ്പം നൈറ്റ് ഞാൻ ഇതാണ് ലിപ് ബാമിന് പകരം യൂസ് ചെയ്യുന്നത്, ലിപ് സ്ലീപ്പിംഗ് മാസ്ക്. ഇനി അടുത്തത് എം കഫേൻ്റെ അണ്ടർ ഐ ക്രീം. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ആക്ച്വലി ഞാൻ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്തത് ഡോട്ട് ആൻഡ് കീയുടെ ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ എന്താ പറയുക, താഴ്ത്തുന്ന പ്രഷർ കാരണം കൊണ്ട് ക്രീം മൊത്തം താഴത്തോട്ടേക്ക് പോയി. അപ്പം എനിക്കെന്ന് വെച്ചാൽ കയ്യിലെടുത്തിട്ട് അണ്ടർ ഐ ക്രീമും പുരട്ടി മസാജ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയോ എനിക്കറിയില്ല, കണ്ണീന്ന് എനിക്ക് വെള്ളം വരും രാത്രി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഐക്ക് എന്തോ എന്താ പറയുക, ഇൻഫെക്ഷൻ പ്രോബ്ലം ഒക്കെ ഉള്ള ആളാണ്. അലർജിക്ക് തന്നെ. അപ്പം ഈ ചൊറിച്ചിലൊക്കെ കൂടുതലുള്ളതാണ്. ഇപ്പം 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻ ടൈം പറ്റില്ല, അലർജി വരും, ചൊറിച്ചിൽ വരും. അപ്പം അത് കാരണം കൊണ്ട് അണ്ടർ ഐ ക്രീം ഞാൻ യൂസ് ചെയ്യൽ നിർത്തി. അപ്പം ഇങ്ങനത്തെ തന്നെ ഒരു പാക്കേജിങ് ആയിരുന്നു ഡോട്ട് ആൻഡ് കീയുടെ. പക്ഷെ അത് താഴത്തെ പ്രഷർ കാരണം നമ്മൾ ഇങ്ങനെ പ്രഷർ ചെയ്യുമ്പോൾ താഴത്തെ പ്രഷർ തന്നെ ഇവിടെ പൊട്ടിയിട്ട് പോയി. അപ്പം ഞാൻ എം കഫീൻ്റെ ഞാൻ കുറേ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുണ്ട് ഒരു പ്രൊഡക്റ്റ്. അപ്പം ഞാൻ ഇവരുടെ ഐ ക്രീം വാങ്ങിച്ചു നോക്കി. നല്ലതായിരിക്കും. കാരണം ഇവരെ സ്ക്രബൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു, ബോഡി സ്ക്രബൊക്കെ, എക്സ്പോളിയേറ്റിംഗ് സ്ക്രബൊക്കെ. പക്ഷെ എനിക്ക് ബോഡിയിൽ സ്ക്രബ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനത് നിർത്തിയതാണ്. പക്ഷെ ഒരു പ്രൊഡക്റ്റ് ഓൾമോസ്റ്റ് എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഇവര് ഫ്രീ ആയിട്ട് 2-3 സാധനം അയച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തെന്നാണാവോ. ഒന്ന് അവിനോന്റെ ഒരു പാക്കേജാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു കവറിലൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെ ഇത് എനിക്കിഷ്ടം. ഇങ്ങനത്തെ ബുക്ക്ലെറ്റ് പോലെ കിട്ടുന്നത് ഫ്രീ കിട്ടുന്നത്. പ്രത്യേകിച്ച് ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അയക്കുന്ന പ്രൊഡക്റ്റ് ആക്കുന്ന ഒരു വ്യക്തിയാണ്. ഫ്രീക്വൻസ് ഫ്രീ ഇത് കാം പ്ലസ് റീസ്റ്റോർ ഓട്സ് ജെൽ മോയ്സ്ചറൈസറാണ്. അവിനോന്റെ മോയ്സ്ചറൈസർ ഇതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയതാണെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം അല്ലല്ലോ. അവിനോന്റെയും ബോഡി ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ. ഈ ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ്. അപ്പം ഇതൊന്നും ഞാൻ വേസ്റ്റ് ചെയ്യില്ല, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു കുട്ടി ഇതും ഫ്രീ കിട്ടിയതാണ്. എന്താ പറയുക, മിനി സ്പ്രേ ഇല്ലേ, അതാണ്. ഇതൊക്കെ 2 യൂസേ പറ്റൂ. ഇതാണ്. നല്ല രസമുണ്ട്. ഇങ്ങനത്തെ പാക്കേജൊക്കെ എനിക്ക് കുട്ടി ബാഗിലിടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് ഫ്രീ കിട്ടിയതാണ്. അടിച്ചോട്ടെ കേട്ടോ. സ്മെല്ല് കുഴപ്പമില്ല, നല്ല സ്മെല്ലാണ്. പക്ഷെ ഇതെന്താണെന്ന് നമുക്ക് പേഴ്സിലൊക്കെ ഇട്ടെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തീരും. അതെ, ഇപ്പം തന്നെ ഇത്ര ഉണ്ടായിരുന്ന സാധനമാണ്. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഗുഡ്, നല്ല സ്മെല്ലാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ പെട്ടി കാലിയായി. ഇതൊക്കെ വേസ്റ്റേജ് ആണ്. അപ്പം ഇന്നത്തെ അൺബോക്സിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.